ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഈച്ച, ഇതൊക്കെ തന്നെ പ്രശ്നം, ഈച്ചയാണ് പ്രശ്നം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൃണാൾ, എല്ലാവർക്കും അറിയാലോ. അത് ആളുടെ റെസ്റ്റോറന്റ് ആണ്. അപ്പം ആളുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു സംഭവങ്ങളും ഈച്ച പ്രശ്നങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ അതുമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ ഈച്ച പ്രശ്നമുണ്ട്. ആളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേ ഈച്ച. അപ്പം പുള്ളിക്കാരൻ ഒരു ഫുഡ് ബ്ലോഗർ ആയിരുന്നു. ഞങ്ങള് ആദ്യമായിട്ട് ഫുഡ് ബ്ലോഗിംഗ് ഒക്കെ കണ്ടു തുടങ്ങിയത് പുള്ളിക്കാരന്റെ. ഞാൻ ഭയങ്കര ഫാനായിരുന്നു. വീഡിയോ ഇവള് കാണുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന കണ്ടാൽ തന്നെ നമ്മൾ അവിടെ വീഴും. ഫുഡ് പ്രത്യേക രീതിയല്ല, ചാന്ത് കുഴക്കുന്ന ഇങ്ങനെയോട്ട് കുഴച്ച് അല്ല, ആളുടെ മാത്രമായിട്ടുള്ള പ്രത്യേക കോമ്പോസ് ഒക്കെ ഉണ്ട് ഫുഡിന്റെ. അതൊക്കെ കാണിക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല രസമാണ്. ആളുടെ നല്ലതായിരുന്നു. ആള് കുറെ കുറ്റം പറയാറാണ് പതിവ്, പിന്നെ നല്ലതും പറയാറുണ്ട്. പിന്നെ കുറെയൊക്കെ അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ കുറച്ച് എന്താ കുറ്റം പറയാൻ വേണ്ടി മനഃപൂർവ്വം പോയി ഇരിക്കുന്ന ഒരു ഫീലൊക്കെ വന്നിട്ട് ഞാൻ നിർത്തിയായിരുന്നു കേട്ടോ ആളുടെ വ്ലോഗ്. അതെ, അതായത് ആദ്യമൊക്കെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ പോകെ മറ്റേ നമ്മുടെ ചെറിയ ചെറിയ കടകളിലും, അതായത് സാധാരണ നമുക്ക് തട്ടുകടയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാലോ, അതെങ്ങനെയായിരിക്കും നമുക്കറിയാം. ഇന്നേ വരെ അവിടുന്ന് ഫുഡ് പോയിസൺ അടിച്ച് കഥകളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഞാനും കുറെ തട്ടുകടയിലൊക്കെ പോയി കഴിച്ചിട്ടുള്ളതാണ്. എനിക്കിതുവരെ ഫുഡ് പോയിസൺ ഒന്നും തട്ടുകടകളിൽ നിന്നൊന്നും വന്നിട്ടില്ല. അപ്പൊ അതറിയാവുന്നുണ്ട്. കാര്യം അവർ അന്നു തന്നെ വെച്ച് അന്നു തന്നെ തീർത്ത് ക്ലിയർ ചെയ്ത് പോകുന്നവരല്ല. അടുത്ത ഫാസ്റ്റ് ഫുഡ് കണക്ക് അടുത്ത ദിവസം എടുത്ത് വെച്ച് അങ്ങനെയൊന്നും ഉള്ള സെറ്റപ്പ് ഒന്നും അല്ല അവര്. അതുകൊണ്ട് ആ ഫുഡ് പോയിസണും വന്നിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനും ആ കാണുന്ന പരിപാടി അങ്ങ് നിർത്തി. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ ചെറിയ തട്ടുകടയിൽ പോയി ഫുഡ് കഴിച്ചിട്ട് കുറ്റം പറയുന്ന ആള് വലിയ ഒരു ഹൈഫൈ റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ വൃത്തി ഹൈജീനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കും. കാരണം നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിലെ ഹൈജീൻ ഒരിക്കലും ഒരു തട്ടുകടയിൽ പ്രതീക്ഷിക്കില്ല. ഇപ്പൊ തന്നെ എനിക്കറിയില്ല, ഒരു ലേഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ പേര് ഞാൻ മറന്നു കേട്ടോ, ശരിക്കും ഞാൻ മറന്നുപോയി. ഒരു ലേഡിയാണ്. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, കുറേ കാലം മുന്നേ ഈ മൃണാളിന്റെ ഒരു വീഡിയോയില് ആള് ഈ ഒരു 2 ബിരിയാണികൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം ഒരു ബിരിയാണി അത് വിറ്റുകൊണ്ടിരുന്നത് ഈ ഒരു ലേഡിയാണ്. അതും വീട്ടിൽ വെച്ചിട്ട് വിൽക്കുന്ന ആളായിരുന്നു. വെറും 25 ബിരിയാണിയാണ് ആള് വിറ്റുകൊണ്ടിരുന്നത്. ഈ സ്വിഗ്ഗി അറിയാണ്ട് 25 ബിരിയാണി ആള് വിറ്റുകൊണ്ടിരുന്നത്. ഏതോ ഒരു ഹൈഫൈ റെസ്റ്റോറന്റിലെ ബിരിയാണിയെ വാങ്ങിയിട്ട് മൃണാൾ വീട്ടിലിരുന്ന് ഈ 2 ബിരിയാണിയും തമ്മിൽ കമ്പയർ ചെയ്തു. എന്നിട്ട് ഈ ബിരിയാണിയെ കുറ്റം പറഞ്ഞിട്ട് ആ ബിരിയാണിയെ കുറ്റം പറഞ്ഞു. നമുക്ക് ഓൾറെഡി ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ, ഒരു 25 ബിരിയാണി വിൽക്കുന്ന വീട്ടിലെ ഒരു ലേഡി തുടങ്ങിയ ചെറിയൊരു സംരംഭം എന്ന് പറയുമ്പോൾ ആ ഒരു ബിരിയാണിക്കകത്ത് എന്തൊക്കെ ഒരു പോരായ്മകൾ കാണും, എത്രത്തോളം ഒരു ബഡ്ജറ്റിൽ ആയിരിക്കും അത് ചെയ്യുന്നതെന്ന് നമുക്ക് വിചാരിക്കുന്നുള്ളൂ. പിന്നെ ആ ബിരിയാണി വെച്ചിട്ട് ഈ ഒരു വലിയ റെസ്റ്റോറന്റിൽ എന്തോരം ബിരിയാണി പോകുന്നതായിരിക്കും. അത് വെച്ചിട്ട് കമ്പയർ ചെയ്തത് തന്നെ തെറ്റാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാല്, ഇതിൽ ഈ ലേഡിക്ക് ഭയങ്കര ഹൈപ്പ് കിട്ടി. ആളെ ഇപ്പൊ വലിയ രീതിയിൽ ഒരു എന്താ ഈ ടേക്ക് കൗണ്ടർ പോലെയൊക്കെ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ഇപ്പോ നല്ല സെറ്റപ്പ് ആയിട്ട് പോകുന്നു കേട്ടോ. അത് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതായത് നമുക്ക് ഫുഡ് ബ്ലോഗിങ് പല രീതിയിലും ചെയ്യുന്നുണ്ട്, പല മെത്തേഡും ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പം അത് ചിലവർക്ക് ചില മെത്തേഡൊക്കെ ഇഷ്ടമാവും, ചിലവർ ഡീറ്റെയിൽ ആയിട്ട് പറയും, ചിലവർ മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം. അതായത് നമ്മൾ അവരുടെ ചാനലെല്ലാം എല്ലാവർക്കും സൂപ്പറാ, എല്ലാ റെസ്റ്റോറൻറ്റുകളിലും അവർക്ക് അത് സൂപ്പറാ. പക്ഷെ നമ്മൾ പോയി കഴിക്കുമ്പോൾ അല്ല, ഇപ്പോഴത്തെ സംഭവം മൃണാളിന്റെ ഫുഡ് ബ്ലോഗിനെ പറ്റിയിട്ടല്ല കേട്ടോ. ഞങ്ങളെ ഇപ്പൊ ഒരു ആമുഖമായിട്ട് ഇത് പറഞ്ഞേ ഉള്ളൂ. അപ്പം പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇപ്പൊ പുള്ളിക്കാരൻ പുതിയ ഒരു റെസ്റ്റോറന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സെക്കൻഡ് ബ്രാഞ്ച് എങ്ങാണ്ടാട്ടോ എറണാകുളം ഉള്ളത്. വേറെ എവിടെ ഒരെണ്ണമുണ്ട്. അത് സെൽഫ് സർവീസ് ആണ്. കൗണ്ടറിൽ ഒക്കെയാണ്. ഹംഗ്രി മൃണാൾ എന്നാണ് കേട്ടോ ആ ഒരു റെസ്റ്റോറന്റ്. അത് ആളുടെ ഒരു എന്താ പറയാ, ഒരു മാർക്കറ്റിംഗ്. അത് നല്ലതാണ്. കാരണം ഒരു വെറൈറ്റി കൊണ്ടുവരണല്ലോ. എന്തെങ്കിലും ഒക്കെ ആൾക്കാർ ചർച്ച ചെയ്താൽ മാത്രമാണല്ലോ സംഭവമുള്ളത്. അപ്പൊ അത് നെഗറ്റീവും ആവണം. അത് നെഗറ്റീവ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. അപ്പൊ ഇത്രയും സ്പേസ് ഉള്ളിടത്ത് കാറ് കൊണ്ടുവരണ്ട എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാ സാധാരണക്കാർക്കും കാറുണ്ട്. അപ്പൊ അത് കൊണ്ടുവരണ്ടെന്ന് പറയുമ്പോ അതൊരു ചർച്ചയിലേക്ക് പോകും. അത് ആൾക്ക് വേണം. അപ്പൊ അതൊന്നാമത് മാത്രമല്ല, പിന്നെ പുള്ളിക്കാരൻ അത് ഉദ്ദേശിക്കുന്നത് അത്ര ആള് കയറും എന്നുള്ള ഒരു മെത്തേഡ് ആയിരിക്കും. കാര്യം അത്രയും വലിയ സ്പേസ് ഒന്നും ഇല്ല. അല്ലല്ല, ആൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക്, അതാണ് കാറുള്ളവര് വേണ്ട, സാധാരണക്കാർക്ക് പറ്റും. അത് ആളുടെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാന്ന് വെച്ചാല് എല്ലാത്തിനും റേറ്റ് ആണ്. അതായത് ഒരു സാധാരണക്കാർക്ക് കാറില്ലെന്നാണ്. അല്ല, ആളുടെ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ആളുടെ കണ്ണില് സാധാരണക്കാരാണെങ്കിൽ കാറിൽ വരണ്ട,
ബൈക്കിലോ എന്തെങ്കിലുമൊക്കെ വന്നാൽ മതി. പിന്നെ ആളുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു AC റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന ഫുഡ് കഴിക്കുമ്പോൾ, സാധാരണക്കാരായ ഒരാൾക്ക് വന്നിരുന്ന് കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടിയ ഫുഡ് എടുത്ത് വേസ്റ്റ് ആക്കരുത്. ഫുഡ് വേസ്റ്റ് ആക്കാനേ പാടില്ല. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച്, വില കുറച്ച് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വേണമെങ്കിൽ എടുത്ത് ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് ആളുടെ കൺസെപ്റ്റ്. പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നല്ലൊരു കാര്യമാണ്, കാരണം കുറെ അടുത്ത് ഫുഡ് വെറുതെ വേസ്റ്റ് ആവും. പക്ഷെ നമ്മൾ ആഴത്തിലോട്ട് ഇറങ്ങി ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോ ഒരു ചിക്കൻ കറി ഒരു പീസും കുറച്ച് ഗ്രേവിയും കൂടെ ആയിട്ടാണ് ഒരു ചിക്കൻ കറി തരുന്നത്. അപ്പോൾ ആ ഒരു ചിക്കൻ കറി കൊണ്ടുവന്ന ഇപ്പൊ ഒരു മിനിമം 3 പൊറോട്ട കഴിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ വെറുതെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് മതിയാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ആള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 എണ്ണം എടുക്കണമെന്ന്. 2 എണ്ണം എടുത്താൽ ക്വാണ്ടിറ്റി കറക്റ്റ് ആവും. പക്ഷെ 2 എണ്ണം എടുക്കുമ്പോൾ ഈ ഒരു കറിക്ക് ഒരു 30-40 രൂപയോളം വരുന്നുണ്ട്, പ്ലസ് GST വരുന്നുണ്ട്. അപ്പം എല്ലാവരും കറി കൂട്ടി കഴിക്കുന്നവരല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു 2-3 എടുക്കുമ്പോ തന്നെ എനിക്കറിയാൻ ആവും. അതൊരു കാര്യം. പിന്നെ പുള്ളിക്കാരന്റെ കൺസെപ്റ്റ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു 100-ൽ ഒരു 3-4 പേര് കാണത്തുള്ളൂ കുറച്ച് കറിയൊക്കെ കൂട്ടി കഴിക്കുന്നത്. ബാക്കി എല്ലാവരും നല്ല കറി കൂട്ടി അല്ലെങ്കിൽ കുറച്ചധികം കറി കൂട്ടി കഴിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ കടയിൽ നിന്ന് മേടിക്കുന്ന ഓവറോൾ റേറ്റ് നോക്കുമ്പോഴത്തേക്കും സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന റേറ്റ് തന്നെ വരത്തുള്ളൂ. മാത്രമല്ല ആളുടെ ഒരു ഇത് എന്താണ്, ഊണെന്ന് പറയുമ്പോൾ ആള് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഊണിന് എല്ലാ കറിയും സാമ്പാർ ഉൾപ്പെടെ എല്ലാത്തിനും റേറ്റ് കൊടുത്താൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൽ ചോറിന് വരെ റേറ്റ് ഉണ്ട് കേട്ടോ, അൺലിമിറ്റഡ് അല്ല. ചോറ് നമുക്ക് ഒരു ക്വാണ്ടിറ്റി അവർ വെച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ വേണമെങ്കിൽ സെക്കൻഡ് ടൈം പോയി വീണ്ടും ഇതേപോലെ വാങ്ങണം. പപ്പടത്തിന് വരെ 7 രൂപ അവർ ചാർജ് ചെയ്യുന്നുണ്ട്, അച്ചാറിനും ചാർജ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പം അപ്പം അല്ല ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോ ആള് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, നിങ്ങളിപ്പോ ഒരു ഊണ് വാങ്ങി ഒരു ക്വാണ്ടിറ്റി അവർ തരുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു കറി മാത്രം മതി, നിങ്ങൾക്ക് ഒരു സാമ്പാർ മാത്രം മതിയെങ്കിൽ വെറും 40 രൂപയിലങ്ങാണ്ട് ഒരു ഊണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന. ആളുടെ ക്വാണ്ടിറ്റി സാമ്പാർ വളരെ കുറവാണ്. അപ്പൊ ഈ ആളുടെ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ സാമ്പാറും കറിയൊന്നും അധികം കൂട്ടാത്തവരാണെങ്കിലും ഓക്കെ, പക്ഷെ പറയുന്നതിൽ ഒരു 90% ആൾക്കാരും നല്ല കറി കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ 2 സാമ്പാർ എടുക്കേണ്ടി വരും. അപ്പൊ തന്നെ എത്ര രൂപയായി? പിന്നെ ഇനിയിപ്പോ അങ്ങനല്ല, വെളിയിൽ എന്തോരം ആളുടെ കടയിൽ സാമ്പാറിന് റേറ്റ് ഉണ്ടല്ലോ. അതാ ഞാൻ ചോദിക്കുന്നത്, ഈ 40 രൂപയ്ക്ക് ഒരു 20 രൂപയും കൂടെ കൊടുത്ത് 60 രൂപയ്ക്ക് നല്ലൊരു ഊണിൽ അൺലിമിറ്റഡ് ആയിട്ട് നിറയെ കറികളുടെ കൂടെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആളുടെ കൺസെപ്റ്റില് ഇങ്ങനെ പറയുമ്പോൾ ഒരു മൊത്തം ഊണ് വരുമ്പോൾ 100-200 രൂപയ്ക്ക് അടുപ്പിച്ചങ്ങാണ്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം ഓരോരുത്തർ അതിലും കോമഡി ഉണ്ട്. അതിലും കോമഡി എന്താന്ന് വെച്ചാല്, ആളുടെ കടയില് ബജ്ജി ബോണ്ടയൊക്കെ കഴിക്കില്ലേ, അതിനെല്ലാടും നമുക്ക് ചിലടത്ത് ചട്നി ഒന്നും കാണില്ല, ചിലടത്ത് ചട്നി ഉണ്ടെങ്കിൽ ഫ്രീ ആണല്ലോ. ഇതില് ചട്നിക്ക് 8 രൂപ കൊടുക്കണം കേട്ടോ ആളുടെ കടയില്. അതാണ് സാധാരണക്കാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കടയില് ചട്നിക്ക് വരെ നമ്മൾ റേറ്റ്. അപ്പൊ ആളുടെ അടുത്ത് വെച്ച് എന്താ പറയുന്നതെന്ന് അറിയോ? ചട്നി വേണ്ടെങ്കിൽ വാങ്ങണ്ട, തീർന്നല്ലോ. എത്ര പെട്ടെന്ന് ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. കുറച്ചല്ലേ ഉള്ളൂ, ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെ പെട്ടെന്ന്. അതേപോലെ ഒരു ബിരിയാണി എങ്ങനെ 140 രൂപയാണ്. ഹാഫ് ബിരിയാണി ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് എനിക്ക് അതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയില്ല. ഒരു ചിക്കന്റെ പീസും ബിരിയാണിയും കൂടെ ആയിട്ടാണ്. ഹാഫ് ബിരിയാണി മാത്രമേ ആളുടെ കയ്യിലുള്ളൂ. ഫുൾ ബിരിയാണി വേണമെങ്കിൽ നമ്മൾ ഒരെണ്ണം കൂടെ വാങ്ങണം. അതൊന്നും വലിയ കൺസെപ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു എങ്ങനെ പറയാ, ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളൊരു രീതി തന്നെയാണ്. ഇതൊരു വെറൈറ്റി മാർക്കറ്റിംഗ്, ആളുകളെ ഡീപ്പായിട്ട് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു മാർക്കറ്റിംഗ്. പിന്നെ നല്ല ഈച്ചയുണ്ട്. ഈച്ച പ്രശ്നമൊക്കെ ആൾക്കാർ പറയുമ്പോൾ എല്ലാവരും ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലൊക്കെയാണ് ഈ സംസാരിച്ചത്. ഇതെന്താ പ്രശ്നം എന്ന് അറിയോ? ഈ പുള്ളിക്കാരന്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ ഞാൻ കാണുമ്പോൾ ഈ പുള്ളിക്കാരൻ ഉന്നയിക്കുന്ന ഓരോരോ വാദങ്ങളുണ്ട്. ഈ ഈച്ചയുടെ കാര്യമാണെങ്കിലും, കൂടെ കിട്ടുന്ന സലാഡിന്റെ കാര്യമാണെങ്കിലും, അച്ചാറിന്റെ കാര്യമാണെങ്കിലും, പപ്പടത്തിന്റെ കാര്യം, മുട്ട കിട്ടിയില്ലെന്ന് പറയുന്നതിന്റെ കാര്യമാണെങ്കിലും, അങ്ങനെ എല്ലാം വാദിക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ വല്ലതും റെസ്റ്റോറന്റ് തുടങ്ങിയിരുന്നെങ്കിൽ 8ന്റെ പണി കിട്ടുമല്ലോ അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇത് 8-16ന്റെ പണിയായി ഇപ്പൊ കിട്ടിയ ആള് തുടങ്ങുകയും ചെയ്ത്. ആള് എന്തർത്ഥത്തിലാ തുടങ്ങിയത് എനിക്ക് പറയാം. അതല്ല, ഏതോ ഒരു റെസ്റ്റോറന്റിൽ മുന്നേ എങ്ങാണ്ട് പോയപ്പോ ഇത് ആദ്യമേ ടോക്കൺ എടുത്തിട്ട് വേണം നമ്മൾ റെസ്റ്റോറന്റിൽ കയറാനായിട്ട്. അപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, നമ്മളെ കൊണ്ട് ആദ്യമേ ടോക്കൺ എടുപ്പിച്ചിട്ട് പിന്നെ ഫുഡ് തരാന്ന് പറയുമ്പോൾ അവർക്ക് ഫുഡിനെക്കാളും മെയിനില് ഈ ഒരു ക്യാഷ് എന്നുള്ളൊരു ചിന്തയല്ലേ മെയിൻ ആയിട്ടുള്ളത്. പുള്ളിക്കാരന്റെ റെസ്റ്റോറന്റിൽ കയറിയാൽ നമുക്ക് ടോക്കൺ ക്യാഷ് ആണ് മെയിൻ എന്ന്. അത് കണ്ട മാർക്കറ്റിംഗ് ടെക്നിക്കലും ഉണ്ടല്ലോ, ക്യാഷ് ആണ് മെയിൻ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആളത് പറഞ്ഞു കഴിഞ്ഞ കാര്യം. പക്ഷെ ഈ പറയുന്നവരെയൊക്കെ ഇങ്ങനെ ആക്ഷേപിച്ച് പുച്ഛിച്ച് അതൊരിക്കലും ചെയ്യരുത്. കാര്യം ഫുഡ് ബ്ലോഗിൽ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നതും അത് തന്നെ ഒന്ന്. പിന്നെ വേറൊന്നു പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വേറൊരു കാര്യം, ഒരുമാതിരി അറഗൻസ് ആണ് ആൾക്ക്. അത് വെച്ചിട്ട് ഈ ഒരു ഫീൽഡില് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ പിടിച്ചു നിൽക്കുന്നത് തന്നെ എന്തോ വലിയ സംഭവമാണ് കേട്ടോ. ആൾക്ക് എന്തോ ഭയങ്കര ലക്കോ അല്ലെങ്കിൽ വലിയ തലവരയുണ്ട്, അല്ലെങ്കിലൊക്കെ എന്നേ ഇതൊക്കെ പുറത്തു പോയില്ലെന്നറിയോ, എന്നിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ട് ആള്. അത് അങ്ങനെ കാണുമല്ലോ. ഇപ്പൊ നെഗറ്റിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുമുണ്ട്.
നമുക്ക് ഇതൊന്നും ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതുള്ളൂ, ചിലവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. പിന്നെ സമൂഹത്തിൽ രണ്ട് രീതിയിലുള്ള അവിടെ ആൾക്കാരുണ്ട്. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ ബിരിയാണി വിറ്റ് പോകുന്ന ക്ലൗഡ് കിച്ചൺ ആണ്. അപ്പൊ പിന്നെ എന്നൊക്കെയാണ് തള്ളി വിടുന്നുണ്ട്. അതിന്റെ കാണുമല്ലോ എന്ന്. എന്തായാലും കൊള്ളാം, അങ്ങനെ ഒന്നും തോന്നില്ല കേട്ടോ. അതൊക്കെ ഇച്ചിരി ഓവർ തള്ളായി പോയി. കാരണം എറണാകുളത്ത് എറണാകുളം പോലൊരു സിറ്റിയില് വേറെ വലിയ റെസ്റ്റോറന്റ് ഒന്നും ഇല്ലേ? എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ എറണാകുളം പോയപ്പോഴല്ലേ മറ്റേ കാരീസ് ബിരിയാണി ഒക്കെ അതൊക്കെ അവിടുത്തെ ബൊമ്പൻ ടീമുകളാണ് ബിരിയാണിയിലുള്ളത്. അപ്പം ഒരു ഡൗട്ട് ഉണ്ട് എറണാകുളത്തൊക്കെ ഏറ്റവും കൂടുതൽ അത് മാറിയോന്ന് നമുക്ക് അറിയത്തില്ല, നമ്മൾ പോയിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല ഇന്നത്തെ കാര്യം എന്തോന്ന് അറിയാൻ വയ്യ. ഇനി ചിലപ്പോ ഇത് നോക്കാൻ വേണ്ടി ആളുകൾ വരുന്നതായിരിക്കും. ഇപ്പൊ ലുലു തുടങ്ങിയപ്പോൾ ലുലുവിലോട്ട് എല്ലാവരും കൂടി ഇടിച്ചു കയറുകയായിരുന്നു. അതേപോലെ ഹംഗ്രി മൃണാൽ ഒരെണ്ണം തുടങ്ങി, ഒരു റെസ്റ്റോറന്റ് തുടങ്ങി, ഇത്രയും പേര് കുറ്റം പറഞ്ഞില്ലേ, ഇത്രയും പേര് ഓരോരോ മൈന്യൂട്ട് പോയിന്റ് വരെ കണ്ടുപിടിച്ച് പറഞ്ഞില്ലേ. അപ്പൊ ആളുടെ റെസ്റ്റോറന്റ് കിട്ടില്ലായിരിക്കും എന്നും പറഞ്ഞായിരിക്കും ആളുകളെല്ലാം ഓടിച്ചെന്ന് കയറിയത്. പറയാൻ പറ്റില്ല, ആള് ഭയങ്കര ഫുഡ് നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്ന ആൾക്ക്. കാരണം ഉമ്മാതിരി തള്ളാതാണ് അത് നോർമൽ ഫുഡല്ല കേട്ടോ, ഇത് വെറൈറ്റി ഫുഡായിട്ടില്ലെന്ന് തോന്നുന്നില്ല. അല്ല അതൊരു ഭയമില്ലാത്ത ഫുഡായി കേട്ടോ. തൊട്ടേന്ന് ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് കുറച്ച് അറിയായിരുന്നു, അതുകൊണ്ടാ പയ്യെ ഇറക്കിയാ മതി. അതെ, തള്ളു പയ്യെ ഇറക്കിയാ മതി. കുറച്ച് കറി. അപ്പൊ ആള് ഇത്തിരി ഓവറാണ് സംസാരത്തിൽ. ഒരാൾ അല്ല മറ്റുള്ളവർ അവകാശവാദം ഉന്നയിക്കുമ്പോ അതിനെ പ്രോപ്പറായിട്ട് നേരിട്ടാൽ ഓക്കെ, നല്ല രീതിയിൽ സംസാരിച്ച് നേരിട്ടാൽ ഓക്കെ. ഇത് പക്ഷെ അങ്ങനെയല്ല. കണ്ടത് വീഡിയോ സഹിതം ഇട്ടിട്ട് പോലും എന്റെ റെസ്റ്റോറന്റിൽ ഈച്ചയോ ആളെ ഒന്നോ രണ്ടോ ഈച്ച വന്നതിനാണോ എന്ന രീതിയിലൊക്കെ ആയിരുന്നു സംസാരം. പക്ഷെ ഇതേ പുള്ളിക്കാരനാണ് 2-3 വർഷം മുമ്പ് ഈച്ചകളെ പറഞ്ഞതിന് കുറ്റം പറഞ്ഞത്. എന്തായാലും ആക്ക് അന്ന് പറഞ്ഞതിന് ഇന്ന് കിട്ടുന്നുണ്ട്. എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മള് കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സിന്റെ കുറച്ച് ഫീഡ്ബാക്സിന് അതിന്റേതായ വാല്യൂ കൊടുക്കുക. ഒരു ഫുഡ് എന്നുള്ള രീതി വരുമ്പോ ഈ പുള്ളിക്കാരൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട വാല്യൂസും അത് റെസ്റ്റോറന്റുകാരല്ല തീരുമാനിക്കുന്നത്, കസ്റ്റമേഴ്സ് ആണ്, അവർക്കാണ് മുഖ്യം. അവരുടെ തീരുമാനത്തിനനുസരിച്ചല്ല നമ്മൾ കാശ് കൊടുത്ത് കഴിക്കാൻ നിൽക്കേണ്ടത്. ഇതെല്ലാം പറഞ്ഞ പുള്ളിക്കാരനാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. ബിസിനസ്സാണ്, അപ്പൊ അങ്ങനെ കാണും. ബിസിനസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ബ്ലോഗർ എന്നും പറഞ്ഞ് പിന്നെ ഇറങ്ങല്ലേ ദൈവത്തെ ഓർത്ത്. ഫുഡ് ബ്ലോഗർ ആണ്, ഫുഡ് ബ്ലോഗർ ഇൻഫ്ലുവൻസർ ആണ് എന്നും പറഞ്ഞൊന്നും നീ ഇറങ്ങിയേക്കല്ലേ. അതേ പറയാനുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതായിരിക്കും